ശ്രീ ഗുരുപാദുകാഭ്യാം മൂർത്തിത്വേ പരികൽപ്പിതശശഭൃതോ വർത്മാ പുനർജന്മനാം ആത്മേത്യാത്മവിദാം കൃതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതിവിഭുശ്ചാനേകഥായ ശ്രുതൗ വാചം നഃ സദധാതു നൈകകിരണസ്ത്രൈലോക്യദീപോ രവി സൂര്യായ ശീതരുജയേ ധരണീസുതായ സൗമ്യായ ദേവഗുരവേ ഭൃഗുനന്ദനായ സൂര്യാത്മജായ ഭുജഗായ ജകേതവേ ച നിത്യം നമോ ഭഗവതേ ഗുരവേ വരായ ഗുരുഭ്യശ്ച ഗൃഹേഭ്യശ്ച മയാ ബദ്ധോയമഞ്ജലി പ്രസന്നമനസസ്തേ മേ സത്യാം കുർവന്തു ഭാരതീം. സമാദരണീയാः രാവണ്യപണിക്കർ മഹാശയാः സമുപസ്ഥിതാः ജ്യോതിഷ ഗണ്യമാന്യാः ഭവതാം സർവേഷാം പുരതഃ സവിനയ നമസ്കാരപൂർവകം വൈദ്യകീയ ജ്യോതിഷം ഇതി വിഷയേ ഖണ്ഡാദ്വയം അഥവാ സാർദ്ധൈക ഖണ്ഡാത്മകം ഏകം വർഗം ചാലയിതുമിച്ഛാമി. തത്ര സമുദ്രവത് വിശാലഃ അയം വിഷയഃ. തഥാപി ഏക സ്പൂൺ ജലം വയം ഏക ചമസ ജലം വയം പിബാമശ്ചേത് തസ്യ രുചിഃ അവഗമ്യതേ ഇതി കൃത്വാ സ്ഥാലീപുലാകന്യായേന അത്ര കിഞ്ചിത് വദാമി. സംസ്കൃതത്തിൽ പറഞ്ഞതൊന്ന് എനിക്ക് സംസ്കൃതം പറയാൻ അറിയുമോ എന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. നോക്കാം. സാധാരണ പറയാറുണ്ട്, വലിയ പവറൊന്നും ഇല്ലാത്ത ആൾ പറയുമ്പോൾ പവർ പോയിൻ്റ് ഉപയോഗിച്ചാൽ കുറച്ച് ഗുണം കിട്ടുന്നു. അതുകൊണ്ട് ശക്തി കുറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം വന്നത് എന്നർത്ഥം. എനിക്ക് പേടിയുണ്ടായിരുന്നു, ഈ സിസ്റ്റം എപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രയോഗമാണ്. ഒരേ സമയത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും അടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചില സിസ്റ്റം വോളിയം കുറച്ചുള്ളൂ, ചില സിസ്റ്റം ചില ഫോണ്ടുകൾ കാണിക്കില്ല. അപ്പോൾ ഇത് രണ്ടും ആയാൽ ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളുടെ വിഷയം മെഡിക്കൽ ആസ്ട്രോളജിയാണ്. വൈദ്യകീയ ചികിത്സ അല്ലെങ്കിൽ വൈദ്യകീയ ജ്യോതിഷം, ചികിത്സാ ജ്യോതിഷം എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. ചികിത്സാ ജ്യോതിഷം എന്ന് പറയുമ്പോൾ സാധാരണ ഏതിനാ ചികിത്സ വേണ്ടി വരിക? രോഗത്തിനായിരിക്കും. രോഗത്തിന് ചികിത്സ വേണമെങ്കിൽ എന്താണ് രോഗം എന്നറിയണം. ആദ്യം രോഗം എന്താണെന്ന് അറിയണമെങ്കിൽ ഇത്രയൊന്നും പ്രയാസമില്ല എന്നാണ് ആയുർവേദ വിദഗ്ധന്മാർ നമ്മളോട് പറയുന്നത്. അവരതിനൊക്കെ നിർവചിച്ചു വച്ചിട്ടുണ്ട്. ശരീരതത്വങ്ങളുടെയും പ്രാണതത്വങ്ങളുടെയും അസന്തുലിതമായ അവസ്ഥയാണ് വാസ്തവത്തിൽ രോഗം എന്ന് പറയുന്നത് എന്നാണ്. അതിനവർ വേറൊരു ഭാഷ്യത്തിലൂടെ നമ്മളൊക്കെ പറഞ്ഞു തരും. ത്രിദോഷ വൈഷമ്യം രോഗ, ത്രിദോഷ സാമ്യാവസ്ഥ അരോഗാവസ്ഥ എന്ന് പറയും നമ്മളോട്. ഈ ത്രിദോഷം എന്ന് പറഞ്ഞാൽ എന്താ? വാദം, പിത്തം, കഫം. ഇതാണ് ത്രിദോഷങ്ങൾ. ഇവയുടെ വൈഷമ്യാവസ്ഥയാണ് വാസ്തവത്തിൽ രോഗാവസ്ഥ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒന്ന് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ രോഗമുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ രോഗം എങ്ങനെയാണ് വരിക? കാരണമാണല്ലോ ആദ്യം അറിയേണ്ടത്. രോഗഹേതു അറിഞ്ഞാലേ അതിനെ ചികിത്സിക്കാൻ പറ്റുള്ളൂ. എന്തായിരിക്കും രോഗത്തിൻ്റെ കാരണം? വാദം, പിത്തം, കഫം ഇത് കോപിച്ച് കഴിഞ്ഞാൽ രോഗമുണ്ടാവും എന്ന് ആയുർവേദക്കാർ പറയണം. എന്നാൽ ജ്യോതിഷികൾ പറയുന്നത് അങ്ങനെയല്ല. ഇതിനെ അംഗീകരിച്ചുകൊണ്ട് ഇതിനപ്പുറം ഒരു പരിതസ്ഥിതിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക. എന്നിട്ട് നമ്മൾ പറയണോ
ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായത്തെ എന്ന് പറയുന്നു. ജന്മാന്തരകൃതമായ പാപമാണ് രോഗമായിട്ട് പരിജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ആയുർവേദ ശാസ്ത്രം അനുവദിച്ച വാതപിത്ത കഫങ്ങളുടെ അസന്തുലിതാവസ്ഥ ഉണ്ടാവാനുള്ള കാരണം ഈ ജന്മാന്തരകൃതമായ പാപമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പം നമുക്ക് സംശയം തോന്നും അല്ലേ? ഈ വൈദ്യന്മാരോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിക്കൽ രോഗം ഉണ്ടാവാൻ കാരണം രോഗാണുക്കളാണ്, അല്ലെങ്കിൽ നമ്മളുടെ അതുപോലെയുള്ള ജീവിതക്രമമോ മറ്റ് കാര്യങ്ങളോ ഒക്കെയാണ് എന്ന് പറയുക. അല്ലാണ്ട് ഈ പാപം രോഗമായി വരും എന്നൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. വൈറസ്, ബാക്ടീരിയ മുതലായവയൊക്കെയാണ് രോഗങ്ങൾക്ക് കാരണമാവുന്നത് എന്നാണ് പറയുന്നത് അവർ. നമുക്കും അത് അംഗീകരിക്കാം, കാരണം നമുക്ക് സന്തോഷമല്ലേ. ആധുനിക വിജ്ഞാനത്തെ നമ്മൾ തള്ളുന്നൊന്നുമില്ല. അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കും. സ്വാഭാവികമായിട്ടും ഒരേ അസുഖം ഒരു പ്രദേശത്ത് മുഴുവൻ വന്നാൽ എല്ലാവരും മരിക്കുന്നില്ല, ഉണ്ടോ? ഇല്ല. ചിലർ മരിക്കും, ചിലർ ഇപ്പോൾ അടുത്തന്നെ നമുക്കറിയാം ചിക്കൻ ഗുനിയ പോലെയുള്ളതും ഡെങ്കിപ്പനി അതുപോലെ പല പനികളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒന്നും അത് ഏശിയിട്ടേ ഇല്ല. ചിലർക്കത് മാരകമായി, ചിലർക്കത് ചെറിയ തോതിൽ വന്നു, ചിലർ തട്ടിപ്പോയി, അങ്ങനെയൊക്കെ ഉണ്ടായി. എന്തുകൊണ്ടാണ് സംഭവിക്കണേ? ഒരേ വൈറസ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരേ ബാക്ടീരിയ തന്നെയാണ്, അല്ലെങ്കിൽ ഒരേ രോഗ ആഹാരം അല്ലെങ്കിൽ വിഹാരം, ഇങ്ങനെ പല സംഗതികൾ എടുത്ത് പരിശോധിച്ചാൽ ഇതിലൊന്നും വ്യത്യാസമില്ല. ഒരേ വീട്ടിലുള്ള അച്ഛനും അമ്മക്കും മക്കൾക്കും വരുന്ന രോഗങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ നമ്മുടെ ബുദ്ധി പറയണോ ഇതല്ലാതെ ഇതിന് പുറത്തെന്തോ സംഗതിയുണ്ട്. രോഗകാരണം എന്ന് പറയുന്നത് ഈ കാണുന്ന സംഗതികൾ പോരാ എന്ന്. അപ്പോഴാണ് നമ്മളുടെ പൂർവികന്മാരായ ആചാര്യന്മാർ പറയുന്ന ജന്മാന്തരകൃതം നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. യുക്തിയിൽ വിശ്വാസമുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മളത് വിശ്വസിച്ചേ പറ്റൂ എന്നർത്ഥം. നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. മാത്രമല്ല, വളരെ ലൗകികമായ ഒരു യുക്തി എടുത്താൽ ഏത് സംഗതികളെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവുക എന്താ, എല്ലാറ്റിനും രണ്ട് കാരണങ്ങളുണ്ടാവും. ഒന്ന് ദൃഷ്ടമായ കാരണം, ഒന്ന് അദൃഷ്ടമായ കാരണം. ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ചില സൂചനകൾ മാത്രം ഞാൻ തരുന്നേ ഉള്ളൂ. അതിൽ കാണുന്ന ചില കാരണങ്ങളുണ്ടാവും, കാണാത്ത ചില കാരണങ്ങളുണ്ടാവും. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി എല്ലാ പരിശോധനയും കഴിഞ്ഞു, അയാൾ പറയുന്ന ഒരു കുഴപ്പമില്ല, ഒരു പ്രയാസമില്ല. പക്ഷേ ഈ ചങ്ങാതി പറയണോ എനിക്ക് വയ്യ, എന്തോ അസുഖമുണ്ട്, കാര്യമായ അസുഖമാണ്. എത്ര പേര് നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ? ഡോക്ടർ അയാളുടെ ഹോസ്പിറ്റലിലുള്ളതും ചുറ്റുവട്ടത്തുള്ള ഹോസ്പിറ്റലുകളും പിന്നെ ലാബുകളിലുള്ളതായ എല്ലാ മെഷീനുകളും പ്രവർത്തിപ്പിച്ചിട്ടും അസുഖമൊന്നുമില്ല എന്ന് സർട്ടിഫൈ ചെയ്യാലും ഈ ചങ്ങാതി പറയണതോ എനിക്ക് അസുഖമുണ്ട് എന്ന് തന്നെയാണ്. അയാൾക്ക് സുഖമില്ല. ലോകത്തിലെ സകലരും അസുഖമുണ്ട് എന്ന് പറയുമ്പോഴും ആ നിയതനായ വ്യക്തി എനിക്ക് അസുഖമൊന്നുമില്ല എന്നാണ് പറയുന്നെങ്കിൽ അതാ പ്രമാണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ വാസ്തവത്തിൽ ഈ രോഗത്തിൻ്റെ ഹേതു എന്ന് പറയുന്നത് നമ്മൾ ഈ വിചാരിക്കുന്നിടത്ത് നിൽക്കുന്ന ഒരു സംഗതിയല്ല എന്ന് നമ്മുടെ പൂർവാചാര്യന്മാർ നമ്മളോട് പറയണം. അതുകൊണ്ട് അവർ രോഗഹേതുക്കളെ പലതായി തരംതിരിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരും. ആദ്യം ഒന്നാമതേത്
ഭൂതാവേശാത്. ആദ്യം തന്നെ അവർ പറയുന്നതാണ്, ഭൂതാവേശം കൊണ്ട് രോഗങ്ങൾ ഉണ്ടാവാം എന്നാ പറയുന്നത്. ഗ്രഹഗതി വശാത്, ഗ്രഹഗതി കൊണ്ടും ഉണ്ടാവാം. വാദപിത്താദി കോപാത്. മൂന്നാമത്തെ പരിഗണനയെ ജ്യോതിഷാചാര്യന്മാർ ആർക്ക് കൊടുത്തിട്ടുള്ളൂ? ആയുർവേദത്തിൻ്റെ മർമ്മപ്രധാനമായ തത്വമായ വാദപിത്തം കഫം എന്നുള്ളത്. ഇന്ന് കാണുന്ന ആയുർവേദത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, പണ്ടത്തെ അല്ല. യഥാർത്ഥ ആയുർവേദത്തിൽ ഈ കർമ്മവിഭാഗ പ്രായശ്ചിത്തവും കർമ്മവ്യവാശ്രയ ചികിത്സയും ഒക്കെ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ ആയുർവേദ വൈദ്യന്മാർ ജ്യോതിഷത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ചികിത്സിച്ചു കൊണ്ടിരുന്നതും ഇപ്പോഴും ചികിത്സിക്കുന്നതും. അപ്പോൾ ഭൂതാവേശാത്, ഗ്രഹഗതിവശാത്, വാദപിത്താദി കോപാത്, ഈ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇത് മൂന്നും രോഗങ്ങൾക്ക് കാരണമായി തീരും എന്ന് മനസ്സിലായിക്കൊള്ളണം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നമ്മളുടെ ധാരണ ആ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് ജ്യോതിഷികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അവരാണ് ഇതിനെ ഈ നിലയിലൊക്കെ പറഞ്ഞു വെക്കുന്നത് എന്നർത്ഥം. എന്നിട്ട് ആയുർവേദ സിദ്ധാന്തത്തെ അനുവർത്തിച്ച് ജ്യോതിഷികൾ വീണ്ടും പറയും, കർമ്മപ്രകോപേണ കഥാചിതേ. ഇത് ജ്യോതിഷികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അവരാണ് ഇതിനെ ഈ നിലയിലൊക്കെ പറഞ്ഞു വെക്കുന്നത് എന്നർത്ഥം. എന്നിട്ട് ആയുർവേദ സിദ്ധാന്തത്തെ അനുവർത്തിച്ച് ജ്യോതിഷികൾ വീണ്ടും പറയും, കർമ്മപ്രകോപേണ കഥാചിതേകേ ദോഷപ്രകോപേന ഭവന്തി ജാന്യേ തഥാപരേ പ്രാണിഷു കർമ്മദോഷപ്രകോപജ കായമനോവികാരാഹ. കർമ്മപ്രകോപം, ദോഷപ്രകോപം, ഇങ്ങനെ പല പ്രകാരത്തിലും രോഗത്തിൻ്റെ കാരണങ്ങൾ പറഞ്ഞാലും ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് രോഗമുണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്കിതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആയുർവേദം എന്ന് പറയുന്നത് ആയുഃകാമയമാനേന എന്ന് പറഞ്ഞിട്ടൊരു പദ്യം പറയും അവിടെ. ഈ ജ്യോതിഷം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകയാത്ര കൂടി സുഗമമാക്കുന്നതായിരിക്കണം ചികിത്സ എന്ന് പറയും. ഇതാണ് ആ വ്യത്യാസം രണ്ടും തമ്മിൽ. അപ്പം അതുകൊണ്ട് കർമ്മപ്രകോപേന കഥാചിതേകേ ദേശപ്രകോപേണ ഭവന്തി ജാന്യേ തഥാവരേ പ്രാണിഷു കർമ്മദോഷപ്രകോപജ കായമനോവികാരാഹ. എന്തൊക്കെ വിഷയത്തിൽ നമ്മൾ കടന്നു ചെന്നാലും അവസാനം എത്തിപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്നാണ്. ഇങ്ങനെ ഒരു വ്യാധി ഉണ്ടാവുമ്പോൾ അത് രണ്ട് പ്രകാരത്തിലുണ്ടാവും എന്നാണ് പറഞ്ഞത്. ശ്ലോകം ഞാൻ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. രോഗാസ്തു ദ്വിവിധാജ്ഞേയാ, പ്രശ്നമാർഗത്തിലെ 12-ാമത്തെ അധ്യായത്തിലാണ്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല, ഒരു ചിത്രം കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നു, അത്രയേ ഉള്ളൂ. അതിൽ തന്നെ ഉള്ളതാണ്. രോഗം രണ്ട് പ്രകാരത്തിലാണ് ഉണ്ടാവുക. നിജം, ആഗന്തുകം എന്ന് പറഞ്ഞിട്ട്. നിജം അഥവാ സഹജം അല്ലെങ്കിൽ ജന്മജാതം എന്ന് പറഞ്ഞിട്ട്. ആഗന്തുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു ചേരുന്നത് എന്നർത്ഥം. നമ്മൾ ജനിക്കുമ്പോഴുള്ളതല്ല, പിന്നീട് വന്നു ചേരുന്നതാണ്. ആ സഹജമായ രോഗം ശാരീരികം മാനസികം എന്ന് പറഞ്ഞിട്ട് രണ്ട് പ്രകാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആഗന്തുകവും രണ്ട് പ്രകാരത്തിലുണ്ട്. ദൃഷ്ടനിമിത്തം, ഇതുമല്ല ദൃഹാവുണ്ട് കേട്ടോ. ദൃഷ്ടനിമിത്തം, അദൃഷ്ടനിമിത്തം എന്ന് പറഞ്ഞിട്ട്. ദൃഷ്ടം എന്ന് പറഞ്ഞാൽ കാണ എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റും, ചില കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതാണ് ദൃഷ്ടവും അദൃഷ്ടവും. പുണ്യവും പാപവും എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയുകയൊക്കെ ചെയ്യാം. അതൊക്കെ അദൃഷ്ടമാണ്, പുണ്യവും പാപവും ഒക്കെ. അതൊന്നും കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ആ രണ്ട് തരത്തിലുള്ളതും ദൃഷ്ടനിമിത്തമായാലും അദൃഷ്ടനിമിത്തമായാലും അത് ശാരീരികവും ഉണ്ടാവും മാനസികവും ഉണ്ടാവും. അപ്പം രോഗത്തിന് പ്രധാനപ്പെട്ട
രണ്ട് സ്വഭാവമുണ്ട്. സഹജമായിട്ടുള്ള രോഗം, നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ കൂടെയുള്ളതോ പിന്നീട് വന്നു ചേർന്നതോ. ഇത് രണ്ടായാലും നമ്മളെ ബാധിക്കുന്നത് എങ്ങനെയാണ്? ഒന്നിക്ക് ശരീരത്തെ ബാധിക്കും, അല്ലെങ്കിൽ മനസ്സിനെ ബാധിക്കും. ഇതാണ് രണ്ട് പ്രകാരം എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അത് ആ റീസൺ മനസ്സിലാവുന്ന രോഗമുണ്ട്, റീസൺ മനസ്സിലാവാത്ത രോഗമുണ്ട്. ഇതാണ് പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം എന്നർത്ഥം. അപ്പോൾ രോഗം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനെ ചികിത്സിക്കുന്ന വഴിയാണ് പിന്നെ പറഞ്ഞത്. യാഭി ക്രിയാഭിഹി ജായന്തേ ശരീരേ ധാതവ സമാഹ സാ ചികിത്സാ വികാരാണം കർമ്മതത് ഭിഷജാം മതം. ഭൈഷജ്യന്മാരുടെ വൈദ്യന്മാരുടെ അഭിപ്രായത്തിലോ ചികിത്സ എന്ന് പറയുന്ന സാധനം ഇതാണ്. യാഭി ക്രിയാഭിഹി ജായന്തേ, എന്തെല്ലാം ക്രിയകളെ കൊണ്ട് ശരീരേ ധാതവ സമാഹ, ശരീരത്തിൽ ധാതുക്കൾ സമമായി വരുന്നുവോ, കോപ വൈഷമ്യങ്ങൾ തീർന്ന് ഒരുപോലെയാവുന്നുവോ, സാമ്യാവസ്ഥയെ പ്രാപിക്കുന്നുവോ, സാ വികാരാണാം ചികിത്സ, അതിനെയാണ് ചികിത്സ എന്ന് പറയണത്. ഇത് ഭൈഷജ്യ ശാസ്ത്രത്തിൽ അംഗീകരിച്ചതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ രോഗശാന്തി അല്ലെങ്കിൽ ത്രിദോഷങ്ങളുടെ കോപശാന്തി അല്ലെങ്കിൽ ദോഷവൈഷമ്യ ശാന്തി ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്ന ഏത് ക്രിയയും ചികിത്സയാണ്. അതാണ് ജ്യോതിഷികളുടെ ചികിത്സ. ശ്രദ്ധിക്കേണ്ട വിഷയം. അപ്പം ഒരേ സമയത്ത് ചികിത്സ തന്നെ പല പ്രകാരത്തിലുണ്ട്. ആരംഭോ നിഷ്കൃതി ശിക്ഷ പൂജനം സംപ്രസാരണം ഉപായ കർമ്മചേഷ്ടാച ചികിത്സാച നവക്രിയ. ഈ ധാതുക്കളെ സമമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് 9 പ്രകാരത്തിലുള്ള ക്രിയകളാണ്. മനസ്സിലായില്ലേ? അതിലൊന്നാണ് ചികിത്സ എന്ന് പറയുന്നത്. ആ ചികിത്സയാണ് ആസുരി, മാനുഷി, ദൈവി എന്ന് പറഞ്ഞിട്ട് 3 പ്രകാരത്തിലുള്ളത്. ആസുരി, മാനുഷി, ദൈവി ചികിത്സയുടെ സമ്പ്രദായ പ്രകാരമാണ്. അപ്പം അതിൽ സൂതപ്രധാന ദൈവി സ്യാ, പിന്നെയോ ഛേദഭേദാത്മികാസുരി, മാനുഷി ഷഡ്രസാജ്ഞേയ ജപഹോമാദി സംസ്കൃത, കലൗച അല്പബലൗ ലോകേ മാനുഷി തത്ര പൂജിത. അപ്പം ആദ്യത്തെ 2 സൂതപ്രധാന, ഛേദപ്രധാന, ഈ 2 പ്രകാരത്തിലുള്ള ചികിത്സ. ഛേദം എന്ന് പറഞ്ഞാൽ ഛേദിക്കുക, ശസ്ത്രക്രിയയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള വിദ്യകളാണ്. അപ്പം ഇത് രണ്ടും ദൈവിയും ആസുരിയും ഈ കലികാലത്തിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. മാനുഷിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് മനസ്സിലാക്കണം. അതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഭിഷജാതോ പരീക്ഷേത രുഗ്ണസ്യ ആയുപ്രയത്നതഃ തദ ആയുഷി വിസ്തീർണേ ചികിത്സാ സഫലാ ഭവേ. ആയുർവേദ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലോ മിക്കവാറും ഭാവപ്രകാശാദികളായ എല്ലാ ആയുർവേദ ഗ്രന്ഥത്തിലും നമ്മളോട് പറയുന്നത് ഇതാണ്. ഒരു ചികിത്സകൻ ബുദ്ധിയുള്ള ആളായിരിക്കണം. അങ്ങനെ ബുദ്ധിയുള്ള ഒരു ചികിത്സകൻ എന്ത് ചെയ്യണം? ആദ്യം പരീക്ഷിക്കേണ്ടത് അയാൾക്ക് ആയുസ് എത്രയുണ്ട് എന്നാണ്. ആയുസ്സിനെ മനസ്സിലാക്കിയതിന് ശേഷം ആയുഷി വിസ്തീർണേ സതി, വളരെ വിസ്തരിച്ചിട്ട് ആയുസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പുറപ്പെടണ്ടൂ? ചികിത്സ സഫലാഭവേ, അങ്ങനെയുള്ള ചികിത്സയെ സഫലമാവുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം ആയുസ്സിനെ കുറിച്ച് ഒരു ധാരണ വരുത്തണം. എവിടെ നിന്ന് കിട്ടും? ഒരു സംശയവും വേണ്ട. ആയുസ്സിനെ കുറിച്ചിട്ടുള്ള ധാരണ കൊടുക്കുന്ന ഏറ്റവും അടിത്തറയാർന്ന ശാസ്ത്രം നമ്മുടെ കയ്യിലുള്ള ഈ ജ്യോതിഷ.